പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് ലവ്. ഐ എം കൺഫ്യൂസ്ഡ്. സിനിമയും നന്മയിലോട്ടുള്ള നമുക്ക് ടീച്ചേഴ്സിനോട് തോന്നുന്ന ആ ഒരു റെസ്പെക്ട്. ഹലോ, എന്തുണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ എൻ്റെ ലൈവിൽ വന്നവർക്കൊക്കെ അറിയാം. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ നെയിമായിരുന്ന, നമ്മളെല്ലാവരും കൂടി ഒരു ചാനലാണല്ലോ ഇത്, ഒരു കുഞ്ഞു ചാനൽ. അപ്പോൾ ആ ചാനലിൻ്റെ പേരായിരുന്ന SJ സൊസാക്കു എന്ന ആ ഒരു പേര് ഇപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പുതിയ പേര് ക്വീൻ ഓഫ് ലവ് എന്നാണ് കേട്ടോ. അപ്പം ക്വീൻ ഓഫ് ലവ് എന്ന പേരിട്ട ശേഷം ഉള്ള ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എവിടെ തുടങ്ങണമെന്നോ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോ എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല കേട്ടോ. പ്രിപ്പയർഡ് ആണ്, ബട്ട് സ്റ്റിൽ ഐ എം കൺഫ്യൂസ്ഡ്. എനിവേ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തൊരു ബിസിനസ് പരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റാർട്ട് ചെയ്തോടെ ആയിരിക്കത്തില്ല അതിൻ്റെ അവസാനം. ചിലപ്പം നല്ല വിജയകരമായി അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പകുതി വെച്ച് നിർത്തേണ്ടി വരും, ചിലപ്പോൾ അറ്റർ ഫെയിലിയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് അറിവാവുന്നോടം വരെ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ആ കുഞ്ഞിൻ്റെ ഇഷ്ടങ്ങളൊക്കെ തീരുമാനിക്കുന്നതും നമ്മുടെ പാരൻസാണ്. ആ കുഞ്ഞ് അറിവായി കഴിഞ്ഞ് കുഞ്ഞ് ചിറകുകളൊക്കെ മുളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും ആ കുഞ്ഞുങ്ങൾ വില തരാത്ത ഒരു സമയത്ത് അവർ വേറെ എങ്ങോട്ടോ പാറി പറന്ന് പോകാനായിട്ട് ഇങ്ങനെ മുതിരുകയാണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം മീഡിയാസിലും ന്യൂസ് പേപ്പറിലൊക്കെ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അഫാൻ. 5 പേരെ അരിങ്കൊല ചെയ്ത അഫാൻ എന്ന ആ ഒരു 23-കാരൻ. ആ കുഞ്ഞ് ജനിച്ച് ഇപ്പം 23-ാം വയസ്സിലെത്തി നിൽക്കുന്ന ആ ഒരു പയ്യൻ, ആ 23 വയസ്സ് വരെ അവൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്ന ഉമ്മയെ തന്നെയാണ് ആദ്യം കൊല്ലാൻ ശ്രമിച്ചത്. അതിന് പിറകെ അവൻ പ്ലാൻ ചെയ്ത പോലെ ബാക്കിയുള്ളവരെയും അവൻ തീർത്തു. ഇതിനൊക്കെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികളെ ഇതിലോട്ടൊക്കെ നയിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു കാലഘട്ടത്തിൽ അവർ കണ്ടും കേട്ടും വളർന്ന ഓരോ കാര്യങ്ങളാണ്. കുഞ്ഞു കുട്ടികൾ അതൊരിക്കലും മറക്കത്തില്ല. അവരുടെ മനസ്സിൽ അതങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കേട്ടോ ഞങ്ങളുടെ മോൻ ജെയ്ഡൻ. അവൻ അറിവായി കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു മൂവി തിയേറ്ററിൽ പോയി കണ്ടു. ഏതാന്ന് വെച്ചാൽ കണ്ണൂർ സ്ക്വാഡായിരുന്നു കേട്ടോ ആ മൂവി. അപ്പം ആ മൂവി തുടങ്ങി അതിൻ്റെ അവസാനം വരെ അവൻ വളരെ ശ്രദ്ധാപൂർവ്വം ഞങ്ങളെ ആരെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ മൂവി വാച്ച് ചെയ്തു. അങ്ങനെ സിനിമയെല്ലാം കണ്ട് പുറത്തിറങ്ങിയ ശേഷം, നിങ്ങൾക്കറിയാം കണ്ണൂർ സ്ക്വാഡ് എന്ന മൂവിയിലെ ആ ഒരു അടിയും വഴക്കും ഒക്കെ. അപ്പം അതുപോലെ തന്നെ അവനെ പറ്റുന്ന പോലെയൊക്കെ അവൻ ഇടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ നമ്മളെ. പക്ഷെ ആ കുഞ്ഞിനറിയത്തില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. കുഞ്ഞു മനസ്സിൽ അത് പതിഞ്ഞു പോയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞിലെ കുട്ടികൾ എന്താണ് കാണുന്നത് അതൊരിക്കലും മറക്കത്തില്ല എന്ന്. അവരുടെ മനസ്സിലത് സൂക്ഷിച്ചു വെക്കും. അത് മാത്രമല്ല, ഇപ്പം കാർട്ടൂണുകളിൽ പോലും, കുഞ്ഞുങ്ങൾ കാണുന്ന കാർട്ടൂണുകളിൽ പോലും വയലൻസ് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, പിന്നെ മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, മുൻ തലമുറയിലുള്ള ആൾക്കാരൊക്കെ പറയാൻ മടിച്ചിരുന്ന ഓരോരോ വാക്കുകൾ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കൂസലും ഇല്ലാണ്ട് കൂളായിട്ട് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ അവർക്കൊരു മടിയില്ല. കാലം മാറുമ്പം കോലം മാറണമെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അതെപ്പോഴും അനിവാര്യമാണ്. പക്ഷെ അതെപ്പോഴും നല്ലതിലോട്ടാകണമെന്ന് മാത്രം. അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികൾ പറയുവാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളാണ് പ്രധാന കാരണം. അത് ഇപ്പോൾ ഇറങ്ങുന്ന ഈ സിനിമകൾ തന്നെയാണ്. ഒരു നന്മയുള്ള സിനിമ ഇപ്പം ഇറങ്ങുകയാണ്. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾ, യൂത്തന്മാർ ജസ്റ്റ് അത് പോയി വാച്ച് ചെയ്യുന്നു. അത് കണ്ടു കഴിഞ്ഞ ശേഷം അവരുടെ വായിൽ നിന്നൊക്കെ വരുന്ന കമൻസ് എന്താണെന്നറിയാമോ? ഇത് നമുക്ക് പറ്റിയ സിനിമയല്ല, നന്മ നമുക്ക് പറ്റത്തില്ല, ബോറടി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന ഓരോരോ കമൻസുകൾ. ഈ കുട്ടികൾക്കറിയത്തില്ല ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരും നടിമാരും ആ ഒരു സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവരൊരു പബ്ലിക് വേദിയിൽ അവർ അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം പോയി കണ്ടാൽ മതി. ഇവർ ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ ഈ കട്ടൻ ചായയൊക്കെ കുടിച്ച് കുടിയന്മാരെ പോലെ അഭിനയിച്ച് അവർ പൈസ മേടിച്ച് വീട്ടിലോട്ട് പോകുന്നു. അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത് കാണുന്ന നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? നേരെ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി കടമൊക്കെ മേടിച്ച് നേരെ ബാറിലോട്ട് പോയി കുപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് വീട്ടിൽ ചെന്ന് തല്ലും ബഹളവും. അവസാനം ആ കുടുംബം കുട്ടിച്ചോറായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല.
പണ്ടത്തെ കാലത്ത് ഇറങ്ങിയ, അതായത് നസീർ സാറിൻ്റെ ഷീല മാമിൻ്റെ ഒക്കെ ആ ഒരു കാലത്തെ സിനിമയും ആ ഒരു കാലത്തെ ജീവിത രീതിയും ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയും ഇപ്പോഴത്തെ കാലത്തെ ജീവിത രീതിയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ ഒരു കാലത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ ബന്ധങ്ങൾക്കും സ്നേഹത്തിനൊക്കെ ആയിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു കാലത്തെ ജീവിത രീതിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് സിനിമയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, സിനിമയിലുള്ള ഒരു തീം, ഒരു കൂടുതലും വയലൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികളും അതുപോലെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. വളർന്നു വരുന്ന 90% കുട്ടികൾക്കും ആരോടും ഒരു കടപ്പാടും ഇല്ല, ബഹുമാനവും ഇല്ല. അവരൊക്കെ എങ്ങനെയൊക്കെ നടിച്ചു പൊളിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവരുടെ ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കുക, ആരെയും വില കൽപ്പിക്കാതെ അവർ ആഗ്രഹിക്കുന്ന പോലെ അങ്ങ് ജീവിച്ച് നീങ്ങുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമുള്ളൂ. ഞങ്ങൾക്ക് പേഴ്സണലി ശരിയെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ചെറിയ കുരുത്തക്കേട് കാണിച്ചാലും ആ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ശിക്ഷണ രീതി ഉണ്ടല്ലോ, വടി കൊണ്ടുള്ള അടി, ചൂരൽ കൊണ്ടുള്ള അടി, ആ ഒരു അടിയിലൂടെ നമുക്ക് ടീച്ചേഴ്സിനോട് തോന്നുന്ന ആ ഒരു റെസ്പെക്റ്റും ബഹുമാനവും സ്നേഹവും അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. അത് നന്മയിലോട്ടുള്ള ഒരു വഴി തുറക്കലായിരുന്നെന്ന് നമുക്ക് അത് വളർന്നു വന്നപ്പോൾ നമുക്കത് മനസ്സിലായി. പക്ഷേ അത് ഇനി ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ അടുത്ത് എത്രമാത്രം പ്രാവർത്തികമാവുമെന്നൊന്നും സക്സസ് ആവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്കൂളിൽ നിന്ന് എന്ന് വടി ഒഴിവാക്കിയോ, എന്ന് സ്കൂളിൽ അടി എന്ന ശിക്ഷണ രീതി ഒഴിവാക്കിയോ അന്ന് അവിടെ പരാജയം തുടങ്ങിയെന്നാണ് പേഴ്സണലി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ് കേട്ടോ. നോർത്ത് ഇന്ത്യ സൈഡിലുള്ളൊരു സ്കൂളിൽ 5 കുട്ടികളടങ്ങുന്ന ഒരു സംഘം അവരുടെ സ്കൂളിലെ ടീച്ചറിനെ വധിക്കാനായിട്ട് പ്ലാൻ ഇട്ടു. കാര്യം വളരെ നിസ്സാരമാണ് കേട്ടോ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ അതിൽ 3 പേര് പെൺകുട്ടികളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഹൈദരാബാദ് വർക്ക് ചെയ്യുന്ന ഒരു മാഡത്തിൻ്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. അതായത് മേഡം മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പുഷ്പ മൂവി ഇറങ്ങിയ ശേഷം അത് പോയി ആ ഒരു സ്കൂളിലെ കുട്ടികൾ അത് പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർ സ്കൂളിലോട്ട് വരുമ്പം ആ ഒരു രീതിയിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലും ആ ഒരു രീതിയിലുള്ള സംസാര രീതിയൊക്കെയാണ് ഈ ടീച്ചർമാരുടെ അടുത്ത് അവർ കാണിക്കുന്നത്. ആ ടീച്ചർ വളരെ വിഷമത്തോടു കൂടിയാണ് കേട്ടോ ആ ഒരു പ്രസംഗം അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചി, എൻ്റെ മമ്മിയുടെ ആണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം അവൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചി വീട്ടിൽ പോയ സമയത്ത് എൻ്റെ ചേട്ടായിയുടെ മക്കൾ മൂത്ത മോൻ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. അപ്പം ചേച്ചിയുടെ അടുത്ത് മോനിങ്ങനെ പറയുക, ആൻറ്റി എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇങ്ങനെ കുരുത്തക്കേട് കാണിച്ചു, എന്തോ കുരുത്തക്കേട് കാണിച്ചു ഒരു കൊച്ച്. അപ്പം ടീച്ചർ വളരെ മാന്യമായ രീതിയിലാണ് ആ കുട്ടിയുടെ അടുത്ത് ശകാരിച്ചത്. നമ്മുടെയൊക്കെ കാലത്തെ ശിക്ഷണം എന്ന് പറഞ്ഞാൽ അത് അടികൊണ്ടാണ് അവസാനിക്കുന്നത് അല്ലേ. പക്ഷേ ഈ ഒരു കാലത്തെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് വളരെ മാന്യമായ രീതിയിൽ നോക്കണ്ടൊക്കെയാണ് കുട്ടികളോട് സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ടീച്ചർ അന്നും ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. എന്നുവെച്ചിട്ട് ഈ കുട്ടിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അറിയാവോ? അവൻ പറയുന്നതാണ് കേട്ടോ ചേച്ചി അടുത്ത് പറയുന്ന, ടീച്ചർ അവിടെ മിണ്ടാണ്ടിരുന്നോന്ന്. ഈ ഒരു പ്രതികരണം മറ്റു കുട്ടികൾ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സിന് അറിയാം, ടീച്ചർ ഒന്നും മിണ്ടില്ല. ടീച്ചർ പറഞ്ഞു മോൻ അവിടെ ഇരുന്നോ എന്ന് മാത്രം പറഞ്ഞു. ടീച്ചറിന് അറിയാം ഏത് രീതിയിലാണ് തിരിച്ചു കിട്ടുക എന്ന്. അതുകൊണ്ട് ടീച്ചർ അതൊക്കെ മനസ്സിലാക്കി ടീച്ചർ മാന്യമായ രീതിയിൽ ആ കുഞ്ഞോട് പറഞ്ഞു, നീ അവിടെ ഇരുന്നോ. ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികളെ പേടിക്കേണ്ട ഒരു കാലമാണ്. ഇപ്പം വളർന്നു വരുന്ന കുട്ടികളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. സിനിമയും കാർട്ടൂണൊക്കെ കണ്ട് തല തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. നമുക്കൊരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ആരുടെ അനുവാദവും വേണ്ട, ആരും പേടിക്കുകയും വേണ്ട. അതെന്താണ്? പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നെങ്കിലും അത് ആ കമൻറ്റ് ബോക്സ് ഒന്ന് കുറിച്ചിട്ടേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.